ഉത്തരകേരളത്തിൽ അരങ്ങേറുന്ന തെയ്യം എന്ന അനുഷ്ഠാന കർമ്മത്തിൽ ഏറെ പ്രാധാന്യമുള്ള തെയ്യമാണ് വിഷ്ണുമൂർത്തി തെയ്യം. മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണുമൂർത്തിയുടെ കോലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണുമൂർത്തിയുടെ ഐതിഹ്യം നരസിംഹപുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അസുര സഹോദരങ്ങളായ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ലോകപീഡകൾ ദേവന്മാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഹിരണ്യാക്ഷനെ വധിക്കുവാനായി ഭഗവാൻ മഹാവിഷ്ണു വരാഹാവതാരം സ്വീകരിച്ചു. ഹിരണ്യാക്ഷൻ്റെ മരണത്തെ തുടർന്ന് കോപാകുലനായ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി വരങ്ങൾ കരസ്ഥമാക്കി. ആ വരങ്ങൾ ഇപ്രകാരമാണ്: മനുഷ്യനോ മൃഗമോ കാരണം തനിക്ക് മരണം സംഭവിക്കരുത്. ആയുധങ്ങളെ കൊണ്ട് തന്നെ കൊല്ലാൻ സാധിക്കരുത്. രാത്രിയോ പകലോ തനിക്ക് മരണം സംഭവിക്കരുത്. അകത്തോ പുറത്തോ വച്ച് തന്നെ കൊല്ലാൻ സാധിക്കരുത്. ആകാശത്തിലോ പാതാളത്തിലോ ഭൂമിയിലോ വച്ച് തനിക്ക് മരണം സംഭവിക്കരുത്. ഇങ്ങനെയായിരുന്നു ആ വരങ്ങൾ. ബ്രഹ്മദേവനിൽ നിന്ന് വാങ്ങിയ ഈ വരങ്ങളാൽ ഹിരണ്യകശിപു 3 ലോകങ്ങളും കീഴടക്കി. ഭൂമിയിൽ ആരും ദൈവനാമം ഉച്ചരിക്കരുതെന്ന് ഹിരണ്യൻ വിലക്കി. പകരം ഹിരണ്യായ നമ എന്ന് ഉച്ചരിക്കാൻ പറഞ്ഞു. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കായതു ഗർഭിണിയായിരിക്കെ ഒരു ദിവസം നായാട്ടിനു പോയ ഹിരണ്യൻ തിരിച്ചെത്താൻ ഏറെ വൈകി. ഭർത്താവിനെ അന്വേഷിച്ച് കായതു കാട്ടിലേക്ക് പോയപ്പോൾ വേഷം നാരദ മഹർഷി കായതു കേൾക്കാതെ കായതുവിൻ്റെ വയറ്റിനോട് ചേർന്ന് ഗർഭസ്ഥ ശിശുവിന് നാരായണ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. 10 മാസം തികഞ്ഞപ്പോൾ കായതു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. പ്രഹ്ലാദൻ എന്ന് അവന് നാമകരണം നടത്തി. കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നാരായണ മന്ത്രം ഉരുവിടാൻ തുടങ്ങി. അവൻ പരമവിഷ്ണുഭക്തനായി തീർന്നു. പല രീതിയിൽ ഉപദേശിച്ചിട്ടും പ്രഹരമേൽപ്പിച്ചിട്ടും ഹിരണ്യായ നമ എന്ന് പറയുവാനോ നാരായണ മന്ത്രം ഉപേക്ഷിക്കുവാനോ പ്രഹ്ലാദൻ തയ്യാറായില്ല. ഒടുവിൽ പ്രഹ്ലാദനെ കൊല്ലാനായി വാളുയർത്തിപ്പിടിച്ച് ഹിരണ്യൻ ഇങ്ങനെ ചോദിച്ചു: എവിടെയുണ്ട് നിന്റെ നാരായണൻ? ഉടൻ തന്നെ പ്രഹ്ലാദൻ ഒട്ടും സംശയമില്ലാതെ പറഞ്ഞു: എൻ്റെ നാരായണൻ സർവ്വവ്യാപിയാണെന്നും ഈ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും സർവ്വചരാചരങ്ങളിലും എൻ്റെ നാരായണൻ ഉണ്ട്. അവിടെയുണ്ടായിരുന്ന ചിത്രത്തൂണിൽ നോക്കി ഹിരണ്യകശിപു ചോദിച്ചു: ഇതിലുമുണ്ടോ നിന്റെ നാരായണൻ? ഉണ്ടെന്ന മറുപടി കേട്ടയുടനെ ഹിരണ്യകശിപു വാളുയർത്തി തൂണ് വെട്ടാൻ പുറപ്പെട്ടു. ഉടൻ തന്നെ ഉഗ്രമായ നരസിംഹരൂപം തൂണിൽ നിന്നും പുറത്തു ചാടി. ഇടിനാദം മുഴങ്ങുന്ന ശബ്ദത്തോടെ പുറത്തുവന്ന നരസിംഹമൂർത്തിയും ഹിരണ്യകശിപുവും തമ്മിൽ ഘോരയുദ്ധം നടന്നു. നരസിംഹമൂർത്തി ഹിരണ്യനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി സന്ധ്യ വരെ പിടിച്ച പിടിയാലെ നിന്നു. രാവും പകലുമല്ലാത്ത ത്രിസന്ധ്യാനേരത്ത് ഭൂമിയിലും ആകാശത്തിലും പാതാളത്തിലുമല്ലാത്ത മടിത്തട്ടിൽ വച്ച് അകത്തും പുറത്തുമല്ലാത്ത വാതിൽപ്പടിയിൽ ഇരുന്ന് ആയുധങ്ങളല്ലാത്ത നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹരൂപം ഹിരണ്യകശിപുവിൻ്റെ നെഞ്ചു പിളർന്ന് രുധിരം പാനം ചെയ്തു. അഗ്നിശുദ്ധി വരുത്തി ശാന്തനായ നരഹരി ഭഗവാൻ പ്രഹ്ലാദനെയും മാതാവ് കായതുവിനെയും അനുഗ്രഹിച്ചു. അവതാരോദ്ദേശം പൂർത്തിയാക്കിയിട്ടും മതിപോരാ എന്ന അവസ്ഥ കരുതി കലിയുഗത്തിൽ ഭക്തർക്ക് ആരാധിക്കാൻ ഒരു പരദേവതയെ വേണമെന്ന ദേവന്മാരുടെ ആഗ്രഹപ്രകാരം നരസിംഹമൂർത്തി വടക്ക് നിന്ന് തെക്കോട്ട് കൈയെടുത്തു. വടക്ക് മംഗലാപുരം കോയിൽക്കുടുപ്പാട് തറവാട്ടിൽ കുടിയിരുന്ന നരസിംഹമൂർത്തി മലനാട്ടിലേക്ക് എഴുന്നള്ളിയത് പാലന്തായി കണ്ണനെന്ന തീയ സമുദായത്തിൽപ്പെട്ട വ്യക്തിയുടെ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്.
നീലേശ്വരം പള്ളിക്കര ഗ്രാമത്തിലെ ജന്മിയായിരുന്നു കുറുവാട്ടുകുറുപ്പ്. കുറുവാട്ടുകുറുപ്പിൻ്റെ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു കണ്ണൻ. കുറുവാട്ടുകുറുപ്പിൻ്റെ മരുമകളുമായി ഇടർച്ചയിലാകുന്നതും പിന്നീട് കുറുപ്പിനെ പേടിച്ച് നാടുവിടുന്നതുമാണ് കണ്ണൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം. കണ്ണൻ തൻ്റെ നാടായ നീലേശ്വരം ഉപേക്ഷിച്ച് ചിത്താരി, തൃക്കണ്യാൽ, കാഞ്ഞിരോട്, കുമ്പള, ഷിറിയ, മഞ്ചേശ്വരം, ഉള്ളാളംപുഴയും കടന്ന് മംഗലാപുരത്തെത്തി. അങ്ങനെ കണ്ണൻ മംഗലാപുരത്ത് ജപ്പില്ലത്ത് കോയിൽക്കുടുപ്പാട് തറവാട്ടിൽ ഒരു വിഷ്ണുഭക്തയായ തുളുസ്ത്രീയെ കാണുകയും അവിടെ അഭയം പ്രാപിക്കുകയും ചെയ്തു. തണ്ടാർ മാതാവ് എന്നായിരുന്നു ആ തുളുസ്ത്രീയുടെ നാമം. അവിടെ ആ തണ്ടാർ മാതാവ് എന്നും നരസിംഹമൂർത്തിക്ക് പള്ളിയറയിൽ പാൽ കറന്ന് നിവേദ്യം വെക്കുമായിരുന്നു. അങ്ങനെ കണ്ണൻ ഒരു വ്യാഴവട്ടക്കാലം അവിടെ താമസിക്കാനിടയുണ്ടായി. ഒരു നാൾ തണ്ടാർ മാതാവ് "പാലെന്തായി കണ്ണാ" എന്ന് പള്ളിയറയ്ക്കകത്ത് പാലിനെ ഉദ്ദേശിച്ച് ചോദിച്ചു. പരദേവത കുടിച്ചതോ പൂച്ച കുടിച്ചതോ? കണ്ണൻ വിഷമിക്കുന്നത് കണ്ട തണ്ടാർ മാതാവ് പറഞ്ഞു, "ഞാൻ നിന്റെ പേര് വിളിച്ചതാണെന്ന് കരുതിക്കോ." അങ്ങനെ കണ്ണൻ പാലെന്തായി കണ്ണനായി. ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കിയ കണ്ണൻ്റെ നിദ്രയിങ്കൽ സ്വപ്നമായി വന്ന് നരസിംഹമൂർത്തി ഒരു കാര്യം പറഞ്ഞു. തൻ്റെ സ്വന്തം നാടായ നീലേശ്വരത്തേക്ക് തിരികെ പോകണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ കണ്ണൻ പള്ളിയറയിൽ നിന്ന് ചുരികയും ഓലക്കുടയും എടുത്ത് സ്വന്തം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. തണ്ടാർ മാതാവിനോട് അനുഗ്രഹം വാങ്ങി കണ്ണൻ യാത്രയായി. അങ്ങനെ ചുരികയിൽ വിഷ്ണുമൂർത്തിയും കൂടെ എഴുന്നള്ളി. അന്ന് കണ്ണനെ കണ്ട് ഞാനും കൊതിച്ചു, എന്നെ കണ്ട് എൻ്റെ കണ്ണന് കൊതിച്ചു. അന്ന് തണ്ടാർ മാതാവ് സാരഥിയില്ലാതെ പൈതങ്ങൾക്ക് സാക്ഷിയും തടവുമായി ഒരു വ്യാഴവട്ടം പന്തിരാട്ട കാലം പാലം തായി എന്നിരിക്കുന്നതായ ആ പാലമൃത് രുചിക്കുന്നൊക്കെ വണ്ണം അനുഭവിച്ചു. അന്ന് നിദ്രയിൻ്റെ സ്വപ്നത്തെ കാട്ടിക്കൊടുത്തു. അന്ന് പാലം തായി എന്നിരിക്കുന്നതായ കെടുത്തേറി വെള്ളവരമേ കൂടി ആധാരമായിട്ട് അന്ന് ഉള്ളാളംപുഴ നീന്തിക്കടന്ന കണ്ണൻ അള്ളട സ്വരൂപം, ഇളങ്കുറ്റി സ്വരൂപം ആധാരമായിട്ട് സ്വരൂപനാഥൻ തൃക്കണ്യാലപ്പനെയും അഭിമാന്യപ്രഭു, കുതിരക്കാളി, ശാസ്താവ്, പനയാലപ്പനെ കണ്ടുവന്ദിച്ചു. ശേഷം മടിയൻ ക്ഷേത്രപാലകനെയും കണ്ടുവന്ദിച്ചു. നീലേശ്വരത്തെത്തിയ കണ്ണൻ ബാല്യകാല സുഹൃത്തായ കനത്താടൻ മണിയാണിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. കണ്ണൻ നാട്ടിലെത്തിയ വിവരം കുറുവാട്ടുകുറുപ്പറിഞ്ഞു. കദളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ കണ്ണനെ കുറുപ്പ് വെട്ടിക്കൊന്നു. കദളിക്കുളം ചോരക്കുളമായി മാറി. കണ്ണൻ്റെ ചുരിക തനിയെ ഇളകാനും തുള്ളാനും തുടങ്ങി. തിരികെ വീട്ടിലെത്തിയ കുറുവാട്ടുകുറുപ്പ് സർവത്ര അനർത്ഥങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. കന്നുകാലികൾ ചത്തൊടുങ്ങി. നാടുനീളെ പകർച്ചവ്യാധികൾ പടർന്നു. ഭഗവാൻ വിഷ്ണുമൂർത്തി കുറുവാട്ടുകുറുപ്പിൻ്റെ തറവാട് ചെമ്മണ്ണും തീപ്പുകയുമാക്കി തീർത്തു. തുടർന്ന് പ്രശ്നചിന്ത നടത്തി. കണ്ണൻ്റെ കൂടെ പരദേവതയുണ്ടെന്നും വിഷ്ണുമൂർത്തിക്കും പരദേവതയുടെ പരമഭക്തനായ പാലന്തായി കണ്ണനും കോട്ടപ്പുറത്ത് പള്ളിയറ പണിത് കളിയാട്ടം നടത്തണമെന്നും രാശിചക്രത്തിൽ തെളിഞ്ഞു. അതിൻ്റെ മുഹൂർത്തക്കല്ല് കുറുവാട്ടുകുറുപ്പ് ഒറ്റയ്ക്ക് ചുമക്കണമെന്നും തെളിഞ്ഞു. അങ്ങനെ എരിഞ്ഞ മണൽ അങ്ങാടി കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രം ഉണ്ടായി. തുളുനാട്ടിൽ നിന്ന് മലനാട്ടിലെത്തിയ കണ്ണൻ ആദ്യം വിശ്രമിച്ച സ്ഥലം ഉദുമയിലെ കണ്ടത്തിൽ വീട് കന്നിരാശിയാണ്. അതുകൊണ്ട് തന്നെ കണ്ടത്തിൽ വീട് കന്നിരാശിയാണ് ഭഗവാന്റെ ആദ്യ സ്ഥലമായി കണക്കാക്കപ്പെടുന്നത്. പിന്നീട് നിരവധി സ്ഥലങ്ങളിൽ വിഷ്ണുമൂർത്തിയുടെ സാന്നിധ്യം അറിയിച്ച ശേഷം കാഞ്ഞങ്ങാട് മഞ്ഞോട്ട് ദേവാലയം ആധാരമായിട്ട് എത്തിയ കണ്ണൻ കിണറിൻകരയിൽ
ചുരികയും കുടയും വെച്ച് അയൽവാസിയായ ഒരു അമ്മയുടെ അടുത്ത് നിന്ന് പാൽ കുടിച്ചു. ദാഹം തീർക്കുന്നു. ശേഷം ചുരിക എടുക്കാനായി തുനിഞ്ഞപ്പോൾ അത് അനങ്ങാതെയായി. ആ അമ്മ കണ്ണനോട് അവിടെ ഒരു ദീപം കത്തിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടു. ദീപം കത്തിച്ചു വെച്ചപ്പോൾ ചുരിക എടുക്കാൻ കഴിഞ്ഞു. അവിടെ നിന്നും തെക്കോട്ടേക്ക് നടന്ന കണ്ണൻ മാധവത്തമ്പലം ദർശിച്ച ശേഷം പടന്നക്കാട് ആലിൻ കീഴിൽ വിശ്രമിക്കുന്നു. പിന്നീട് മൂലപ്പള്ളി പാലം നടന്നു കയറി മൂലപ്പള്ളി കൊല്ലൻ്റെ കൊട്ടിലിലായി പിന്നത്തെ വിശ്രമം. കൊല്ലനോട് ചുരികയിലെ കാറും പൊടിയും കളയാൻ കണ്ണൻ ആവശ്യപ്പെട്ടു. അപ്രകാരം ചെയ്ത് ദീപം തെളിയിച്ച ശേഷം ചുരിക തിരികെ വാങ്ങി പിന്നീടാണ് പള്ളിക്കര കനത്താടൻ്റെ വീട്ടിലെത്തുന്നത്. കണ്ണൻ്റെ മരണശേഷമുണ്ടായ ദുർനിമിത്തങ്ങളിൽ നിന്നും ഉണ്ടായ പ്രശ്നചിന്തയിൽ കണ്ടതുപോലെ സ്വർണം കൊണ്ട് പരദേവതയുടെ രൂപമുണ്ടാക്കി കോട്ടപ്പുറം മൊയോൻ്റെ പടിഞ്ഞാറ്റയിൽ പരദേവതയ്ക്കുള്ള സ്ഥാനം നിശ്ചയിക്കപ്പെടുകയും നീലേശ്വരം, കൊയാമ്പുറം വലിയ വീട്ടിൽ കാരണവരെ അടിയന്തരാതി കർമ്മങ്ങൾ ഏൽപ്പിക്കുകയുമുണ്ടായി. കണ്ണൻ്റെ മൃതശരീരം മറവു ചെയ്തത് കൊയാമ്പുറം വലിയ വീട്ടിലാണ്. നെല്ലിക്കാത്തീയരാണ് ശേഷക്രിയകൾ ചെയ്തത്. ആയതുപ്രകാരം പാലന്തായി കണ്ണൻ്റെ സഞ്ചാരപഥങ്ങളും വിശ്രമകേന്ദ്രങ്ങളും വിഷ്ണുമൂർത്തിയുടെ സങ്കേതങ്ങളായി മാറി. ആദ്യമായിട്ട് വിഷ്ണുമൂർത്തിയുടെ കോലം ധരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് പാലായി ദേശത്തെ കൃഷ്ണൻ പരപ്പേൻ എന്ന മലയ സമുദായത്തിൽപ്പെട്ട വ്യക്തിക്കാണ്. പാലായി കൃഷ്ണൻ പരപ്പേൻ പ്രഗത്ഭനും പാണ്ഡിത്യമുള്ളവനുമായിരുന്നു. നീലേശ്വരം രാജാവുമായി നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിന്. ഒരു ദിവസം ശാസ്ത്രാർത്ഥ ചർച്ചകളും മറ്റും നടത്തിയ ശേഷം രാജാവ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ദുർനിമിത്തങ്ങൾ കാണാൻ ഇടയുണ്ടായി. കൃഷ്ണൻ പരപ്പേനെ സംശയിച്ച രാജാവ് പരപ്പേനോട് 40 ദിവസം വ്രതമെടുത്ത് 41-ാം നാൾ അഗ്നിയിൽ ചാടാൻ ആവശ്യപ്പെട്ടു. ഭയത്തോടെ കൃഷ്ണൻ വരും ദിവസങ്ങളിൽ വിഷ്ണുവിനെ ധ്യാനിച്ച് വ്രതമെടുത്തു. 40-ാം ദിവസം തൻ്റെ ദേവതയായ പാലാഭഗവതി കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. ഈ സമയം അയാളുടെ വീട്ടിൽ ഒരു ബ്രാഹ്മണ ബാലൻ എത്തിച്ചേർന്നു. കൃഷ്ണൻ പരപ്പേനോട് താൻ വന്ന വിവരം പറയണമെന്നും വീടിൻ്റെ തെക്കുഭാഗത്ത് തെങ്ങോല കൊണ്ട് കുച്ചിലുണ്ടാക്കി അതിൽ വ്രതമനുഷ്ഠിച്ച് കഴിയണമെന്നും കൃഷ്ണൻ്റെ ഭാര്യയോട് ആ ബ്രാഹ്മണ ബാലൻ പറഞ്ഞു. ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയ പരപ്പേൻ ഭാര്യ പറഞ്ഞതെല്ലാം അനുസരിച്ചു. അർദ്ധരാത്രിയിലാണ് കൃഷ്ണന് സ്വപ്നദർശനമുണ്ടായത്. സ്വർണം കൊണ്ടുള്ള രൂപം കാട്ടി ഭഗവാൻ ചോദിച്ചു, ഇതുപോലെ കെട്ടാൻ സാധിക്കുമോ എന്ന്. നിവർത്തിയില്ലെന്ന് പരപ്പേൻ പറഞ്ഞു. പിന്നീട് വെള്ളി കൊണ്ടുള്ള രൂപം കാണിച്ചു കൊടുത്തു. അതും നിവർത്തിയില്ലെന്ന് പരപ്പേൻ പറഞ്ഞു. പിന്നീട് കുരുത്തോലയും മരവും ഉപയോഗിച്ച് പച്ചപ്പനപ്പൈങ്കിളി കുരുത്തോല വിഗ്രഹം കാട്ടിക്കൊടുത്തു. അങ്ങനെ ചെയ്യാമെന്ന് പരപ്പേൻ സമ്മതിച്ചു. പിറ്റേ ദിവസം രാജാവിൻ്റെ വിധിപ്രകാരം അഗ്നികുണ്ഡമൊരുക്കിയപ്പോൾ പാലായി പരപ്പേൻ ഭഗവാൻ കാട്ടിക്കൊടുത്ത കുരുത്തോല രൂപം അണിഞ്ഞ് അഗ്നിയിൽ ഇരുന്നു. കുറേ നാഴിക നേരം അഗ്നിയിൽ ഇരുന്നിട്ടും ആ ദിവ്യരൂപത്തിന് ഭാവപകർച്ചയൊന്നും കാണാത്തതിൽ രാജാവും ജനങ്ങളും ഭയചകിതരായി. ഭക്തിപുരസ്സരം കോലത്തോട് അഗ്നിയിൽ നിന്നും പുറത്തു വരാൻ ആവശ്യപ്പെട്ടു. വിഷ്ണു ഭഗവാൻ തൃപ്തനായി മടങ്ങി വന്നു. കൃഷ്ണൻ പരപ്പേൻ്റെ കഞ്ഞിക്കൊട്ടിലിൽ ഭഗവാൻ സ്ഥാനമുറപ്പിച്ചു. കുഞ്ഞിപ്പുളിക്കാലിലാണ് ആദ്യമായി വിഷ്ണുമൂർത്തിയുടെ കോലം കെട്ടിയതെന്ന് കരുതപ്പെടുന്നു. പാലായി പരപ്പേന് സ്വപ്നദർശനത്തിൽ കാട്ടിക്കൊടുത്ത ആ പ്രാകൃത രൂപമാണ് നിണമണിഞ്ഞ പരദേവത എന്ന പേരിൽ കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിൽ കെട്ടിയാടിക്കുന്നത്. വിഷ്ണുമൂർത്തിയുടെ ആരൂഢസ്ഥാനം കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രമാണെങ്കിലും ചീമേനി മുണ്ടിയയും വിഷ്ണുമൂർത്തിയുടെ പ്രധാന സങ്കേതങ്ങളിൽ ഒന്ന് തന്നെയാണ്. വിഷ്ണുമൂർത്തിയുടെ കോലം ധരിക്കാൻ അവകാശം മലയ സമുദായത്തിനാണെങ്കിലും മാവിലർ, പുലയർ, വണ്ണാൻ എന്നീ സമുദായങ്ങളും
വിഷ്ണുമൂർത്തിയുടെ കോലം ധരിക്കാറുണ്ട്. വിഷ്ണുമൂർത്തിയുടെ രൂപത്തിൽ പ്രധാനം അരയൊടയും ഒലിയുമാണ്. കൊടുംപുരികവും കോഴിപ്പൂവുമാണ് വിഷ്ണുമൂർത്തിയുടെ മുഖത്തെഴുത്ത്. അങ്കത്തിനും പടയ്ക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടുകാര്യത്തിനും നരിവിളിക്കും തുണയരുളുന്ന ദേവൻ ആണ് വിഷ്ണുമൂർത്തി. വിഷ്ണുമൂർത്തിയെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു.